ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്വിക്ക് റിവിഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പൊ പറഞ്ഞു പോവാം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV ഗോദവർമ്മ രാജയാണ്. GV ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 13 ഒക്ടോബർ 13 കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനം ഒക്ടോബർ 13 ആചരിക്കുന്നത്? നമ്മൾ പറഞ്ഞ കായിക കേരളത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന GV ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെഹ്റുവിന് നമ്മൾ ഒരു പുന്നാര പ്രധാനമന്ത്രിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? FC കൊച്ചിനാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. അടുത്തത്, കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായത് 1956 കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണ്? 1956 കാലാഹിരൺ ആരുടെ അപരനാമമാണ്? കാലാഹിരൺ എന്നത് ആരുടെ അപരനാമം? IM വിജയന്റേതാണ് കാലാഹിരൺ ആരുടേതാണ്? IM വിജയന്റേതാണ്. നിത്യഹരിത അത്ലറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായിക താരം ആരാണ്? K രഘുനാഥനാണ് നിത്യഹരിത അത്ലറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കാലാഹിരൺ ആരുടെ അപരനാമം? IM വിജയന്റെ. നിത്യഹരിത അത്ലറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? K രഘുനാഥനാണ്. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതും PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973 അപ്പൊ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷ, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതും PT ഉഷയാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973 അടുത്തത്, കേരളം എത്ര പ്രാവശ്യം സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്? എത്ര പ്രാവശ്യമാണ്? 7 പ്രാവശ്യമാണ് സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത്. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയോധന കല ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആയോധന കലയാണ് കളരിപ്പയറ്റ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി താരമാണ് PT ഉഷ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി താരമാണ് PT ഉഷ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി കായിക താരം MT വത്സമ്മയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി, എന്നാൽ സ്വർണം നേടിയ ആദ്യ മലയാളി കായിക താരം MT വത്സമ്മയാണ്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി താരം ഷൈനി വിൽസൺ. അതിനുശേഷമാണ് PT ഉഷ സെമി ഫൈനലിൽ എത്തിയത്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി താരം ഷൈനി വിൽസൺ, എന്നാൽ ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി താരം ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കണ്ടെത്തിയ ആദ്യ സമ്പൂർണ്ണ മലയാളിയാണ് ടിനു യോഹന്നാൻ. ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ മലയാളിയാണ് ടിനു യോഹന്നാൻ.
ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി ആരാണ്? അത് ശ്രീശാന്ത് ആണ്. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളിയാണ് ശ്രീശാന്ത്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാരാണ്. ദ്രോണാചാര്യ പുരസ്കാരം നൽകുന്നത് മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ പുരസ്കാരം. ഇങ്ങനെ മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാരാണ്. ആദ്യത്തെ മലയാളിയായ ഒളിമ്പ്യനാണ് CK ലക്ഷ്മൺ. ആദ്യത്തെ മലയാളിയായ ഒളിമ്പ്യനാണ് CK ലക്ഷ്മൺ. നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചിയിലാണ് നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ്. ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. PT ഉഷ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. PT ഉഷ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. PT ഉഷയുടെ കോച്ചിങ് സെന്റർ ഉണ്ട്. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ PT ഉഷയുടെ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്ത്, PT ഉഷ സ്പോർട്സ് സ്കൂൾ കൊയിലാണ്ടി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം, ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലാണ്. 2014 ദേശീയ ഗെയിംസിന്റെ വേദിയായത് കേരളമാണ്. കേരളം ദേശീയ ഗെയിംസിന് വേദിയായത് 2014 ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ് ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ് ഷൈനി വിൽസൺ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏത്? GV രാജ സ്പോർട്സ് സ്കൂളാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂള്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയ ആദ്യ മലയാളി ആരാണ്? GN ഗോപാലാണ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയ ആദ്യ മലയാളിയാണ് GN ഗോപാല്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ ആദ്യത്തെ മലയാളി ടിനു യോഹന്നാനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ ആദ്യ മലയാളി ടിനു യോഹന്നാനാണ്. ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, ശ്രീശാന്ത് ആണ്. ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ആദ്യ മലയാളിയാണ് ശ്രീശാന്ത്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യ മലയാളി താരമാണ് ഗീതു അന്ന ജോസ്. അപ്പൊ ഗീതു അന്ന ജോസ് ആരാണ്? ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ നായികയായ ആദ്യത്തെ മലയാളിയാണ് ഗീതു അന്ന ജോസ്. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ നായികയായ ആദ്യ മലയാളിയാണ് ഗീതു അന്ന ജോസ്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ മലയാളി താരവും ഗീതു അന്ന ജോസ് ആണ്. അർജുന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത KC ഏലമ്മ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അർജുന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? C ബാലകൃഷ്ണനാണ്. C ബാലകൃഷ്ണനാണ് അർജുന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. KC ഏലമ്മയാണ് വനിത. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത KM ബീനാമോൾ ആണ്. KM ബീനാമോൾക്കാണ് ഖേൽ രത്ന പുരസ്കാരം ആദ്യമായിട്ട് കേരളത്തിൽ ലഭിച്ചത്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MT വത്സമ്മ. MT വത്സമ്മയ്ക്കാണ് ഏഷ്യാഡില് സ്വർണം നേടിയ ആദ്യ മലയാളി. അടുത്തത് ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി ആരാണ്? അത് നമ്മുടെ അഞ്ജു ബോബി ജോർജ് ആണ്. അതും കൂടി മറക്കരുത്. ഇനി SCERT നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ആയില്ല, SCERT ഫിനിഷ് ചെയ്യണമെന്ന് ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്, PDF നോട്ട്, ഓരോ ചാപ്റ്റർ അനുസരിച്ച് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.